പല്ല് ക്ലീൻ ചെയ്യണോ? ഇനി പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ കേടുവരുമോ? ഇത് അധികം പേഷ്യൻസും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ എന്തിനാണ് ശരിക്കും പല്ല് ക്ലീൻ ചെയ്യുന്നത്? പല്ല് ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് നമ്മുടെ പല്ലിലുള്ള അഴുക്കുകൾ കളയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പല്ല് വെളുപ്പിക്കൽ പ്രൊസീജിയർ അല്ല ഈ പല്ല് ക്ലീനിങ്. പക്ഷേ ഈ ക്ലീനിങ്ങിലൂടെ നമ്മളുടെ പല്ലിൽ വന്നിട്ടുള്ള കറകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മളെ പല്ലിനൊരു തിളക്കം വരും. പക്ഷെ ഒരിക്കലും അത് പല്ല് വെളുപ്പിക്കുന്നതിലൂടെയല്ല, ആ കറകൾ റിമൂവ് ആവുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ആ പല്ലിനുള്ള ഒരു ഡിഫറൻസ് തോന്നുന്നത്. ഇനി പല്ല് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പല്ല് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പല്ലിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാനും വായനാറ്റമൊക്കെ തുടങ്ങും. പക്ഷേ അത് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് മോണരോഗമായി മാറിയിട്ട് പല്ല് ഇളകാൻ വരെ ചാൻസ് ഉണ്ട്. ഇനി പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ പോകും. നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് ഒരു അൾട്രാസോണിക് ടിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിൽ വൈബ്രേറ്റ് ആയിട്ടാണ് നമ്മളുടെ പല്ലിലുള്ള അഴുക്കുകൾ റിമൂവ് ആവുന്നത്. ഈ വൈബ്രേഷൻ കാരണം നമ്മളുടെ ഇനാമലിന് ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മളെ ബോഡിയിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇനാമൽ എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തല്ലാതെ, ഇതൊരു ഗ്രൈൻഡിങ് പ്രൊസീജിയർ അല്ല, ജസ്റ്റ് ഒരു വൈബ്രേഷനാണ് റിമൂവ് ആവുന്നത്. എന്തൊക്കെയാണെങ്കിലും ചില പേഷ്യൻസിന് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ പുളിപ്പുണ്ടാവാറുണ്ട്. പക്ഷെ ചിലർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല. അത് ക്ലീനിങ്ങിൻ്റെ പ്രശ്നമല്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമലിന് സ്ട്രെങ്ത് കുറവാണ്. വീക്കായിട്ടുള്ള ഇനാമലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനത്തെ ആൾക്കാർക്ക് പുളിപ്പ് കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, മോണ താഴ്ന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ വേര് ഭാഗം വിസിബിൾ ആയിരിക്കും. ആ ഭാഗത്തൊക്കെ ക്ലീനിങ് ചെയ്യുന്നത് തട്ടിക്കഴിഞ്ഞാൽ നല്ല പുളിപ്പ് തോന്നും. വേറൊരു കാരണം ഹെവി കാൽക്കുലസ്, അതായത് വർഷങ്ങൾ ക്ലീൻ ചെയ്യാതിരുന്നിട്ട് നല്ല അമിതമായിട്ട് ഉള്ള അഴുക്ക് വന്നതിന് ശേഷം പിന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടാൻ തുടങ്ങും. ആൻഡ് അനദർ റീസൺ, നിങ്ങളുടെ പല്ലിൽ കേടോ അല്ലെങ്കിൽ പല്ലിന് തേയ്മാനമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി കുറക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഭയങ്കര ചൂടുള്ളതും ഭയങ്കര തണുപ്പുള്ളതുമായിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. സെക്കൻഡ് വൺ, പൊട്ടാഷ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ തേർഡ് വൺ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ഒരാൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു 1 ഇയർ കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്പോസിറ്റ്സ് വരുന്ന, അതായത് കൂടുതൽ അഴുക്ക് വരുന്ന പല്ലാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. എല്ലാവരും 6 മന്ത്സ് കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യണമെന്നില്ല. കൂടുതൽ കറ വരുന്നവർ, അതായത് കൂടുതൽ അഴുക്ക് വരുന്നവർ മാത്രം 6 മന്ത്സ് കൂടുമ്പോൾ ചെയ്താൽ മതി. അല്ലാത്തവർ 1 ഇയർ കൂടുമ്പോഴും ചെയ്താലും ഓക്കെയാണ്. നിങ്ങൾ ആരെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു നിങ്ങളെ എക്സ്പീരിയൻസ് എന്നുള്ളതെന്ന് കോമെൻറ്റ് ചെയ്യൂ കേട്ടോ.